കണ്ടില്ലേ, ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയവരെ കുറിച്ചുള്ള വാർത്തകളാണ്. ഏറ്റവും ഒടുവിൽ 3 മാസം ജ്യൂസ് മാത്രം കുടിച്ച 17 വയസ്സുകാരൻ മരിച്ച വാർത്തയും പുറത്തു വന്നു. ആരോഗ്യകരമായ ഒരു ശീലമാണ് വണ്ണം കുറയ്ക്കുക എന്നത്. പക്ഷേ അശാസ്ത്രീയമായ പരീക്ഷണങ്ങൾ ആളുകൾക്ക് തിരിച്ചടിയാകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഞങ്ങളുടെ ഓഫീസിൽ തന്നെ രാഗിൻ അങ്ങനെ ഒരു പരീക്ഷണം കുറച്ചുനാൾ മുമ്പ് നടത്തിയിരുന്നു. അതെന്താന്നുള്ളത് രാഗിൻ തന്നെ പറയും. എന്തായിരുന്നു ഒന്ന് സംഭവിച്ചേ? പ്രിയ, ഞാനൊരു ഫുൾ ബോഡി ചെക്കപ്പിന് പോയതാണ്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഫാറ്റ് ലിവർ ഗ്രേഡ് 1 അന്ന് എനിക്ക് 84 കിലോയാണ്. ഞാനൊരു ഭയങ്കരമായ രീതിയിലുള്ള ഡയറ്റ് പ്ലാൻ ഞാൻ തന്നെ സ്വയം തയ്യാറാക്കി. മധുരം ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിച്ചു, എണ്ണ അവസാനിപ്പിച്ചു, ഗ്രീൻ ടീ ഒരു 3 എണ്ണമെങ്കിലും ഒരു ദിവസം കുടിക്കുന്ന രീതിയിലാക്കി. അങ്ങനെ ഒരു 6 മാസം കൊണ്ട് 14 കിലോ കുറച്ച് ഒരു 70 കിലോയിലെത്തി 84 നിന്നും. അപ്പോൾ ഫിസിക്കൽ അവസ്ഥ വളരെ ഓക്കെ ആയി ചുരുങ്ങി. പക്ഷേ അതിന് കുറച്ച് നാൾ കഴിഞ്ഞ സമയത്ത് എനിക്ക് അല്ലാത്ത ചില ബോഡി ഇഷ്യൂസ് തുടങ്ങി. അലർജി ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. വിറ്റാമിൻ ഡെഫിഷ്യൻസി നന്നായിട്ടുണ്ട്, പ്രത്യേകിച്ച് വിറ്റാമിൻ ഡി ഒക്കെ വളരെ കുറഞ്ഞു. അപ്പോൾ ഇത് കുറയ്ക്കുമ്പോൾ ഒരു ശാസ്ത്രീയമായ രീതിയിൽ കുറയ്ക്കേണ്ടതാണ്. പിന്നീട് വിറ്റാമിൻ ഡി സപ്ലിമെൻ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു. ഒരു ഗ്രാജുവലായ രീതിയാണ് കുറയ്ക്കേണ്ടതെന്നാണ് എനിക്ക് ഡോക്ടർമാർ പറഞ്ഞു തന്നു. 10 ദിവസം കൊണ്ട് കുറയ്ക്കേണ്ടത് 10 ദിവസം കൊണ്ട് തന്നെ കുറയ്ക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പണി കിട്ടിയവരൊക്കെ എടുത്തു പറയുന്നത് രാഗിൻ പറഞ്ഞ പോലുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ് ഇതിന് ശരിയായുള്ള രീതി എന്നുള്ളത് നമുക്ക് ഈ മേഖലയിലെ വിദഗ്ധരോട് തന്നെ ചോദിച്ചു നോക്കാം. പല വിധത്തിലുള്ള പരീക്ഷണങ്ങളിലേക്കാണ് ആളുകൾ പോകുന്നത്. അത് പരാജയപ്പെടുമ്പോൾ ഡോക്ടർമാരുടെ അടുത്തേക്ക് വരുന്നു. എന്താണ് സംഭവിക്കുന്നത്? വണ്ണം കുറയ്ക്കാന്നുള്ള അത് ആർക്ക് വേണമെങ്കിലും എന്തെങ്കിലും ചെയ്യാമെന്നുള്ളതാണ് എല്ലാവരുടെയും ധാരണ എന്ന് വെച്ചാൽ. പക്ഷെ അങ്ങനെ ചെയ്യാവുന്ന ഒരു ഇതല്ല വണ്ണം കുറയ്ക്കൽ. വണ്ണം കുറയ്ക്കൽ ഒരു അസുഖം തന്നെയാണ്. അതിൻ്റേതായ പഠിച്ചിട്ടുള്ള വിദഗ്ധരെ കണ്ട് തന്നെ വേണം വെയിറ്റ് കുറയ്ക്കാനായിട്ട്. എപ്പോഴും ആലോചിക്കേണ്ടത് കാലറി ഇൻടേക്ക് മൈനസ് കാലറി എക്സ്പെൻഡിച്ചറാണ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. യൂട്യൂബിൽ എന്തെങ്കിലും കണ്ട് ഒരാൾ പറഞ്ഞ് എനിക്കിത് ഉപകാരപ്പെട്ട് അതുകൊണ്ട് ചെയ്ത, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, രാവിലെ തന്നെ നാരങ്ങള്ളെടുത്ത് ഇച്ചിരി അതിനകത്ത് തേനൊഴിച്ച് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ണം കുറയുമെന്ന് വിചാരിക്കരുത്. ഒരിക്കലും വണ്ണം കുറയൂല. ജിമ്മിലുള്ള ആൾക്കാർ പറയണവരെ എല്ലാവർക്കും 1.6-2 ഗ്രാംസ് പ്രോട്ടീൻ കൊടുക്കാനൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇപ്പോൾ ഒരു ഡയബറ്റിക് ആണെങ്കിൽ നമുക്ക് ഇത്ര % പ്രോട്ടീനാണ് അവർക്ക് കൊടുക്കാൻ പാടുള്ളൂ. ആരോഗ്യകരമായ ശരീരഭാരത്തിലേക്ക് മാറുക എന്നുള്ളത്. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.